ശബരിമലയിൽ എത്തിയപ്പോഴേ മുഖ്യസഹായിയുടെ റോളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. 2007 ഉത്സവത്തിനായി നട തുറന്നപ്പോഴാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ശ്രീഭൂതബലി എഴുന്നള്ളത്തിൽ മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ തൊട്ടു മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാം. സോപാനത്ത് തന്ത്രി കണ്ഠരര് രാജീവന് നമസ്കരിക്കുമ്പോൾ മേൽശാന്തിയുടെ പിന്നിലും പോറ്റിയുണ്ട്. ബലി തൂവുമ്പോൾ തന്ത്രിയുടെ തൊട്ടു പിന്നിലായാണ് പോറ്റിയുടെ സ്ഥാനം. രണ്ടായിരത്തി 14 മുതലാണ് ഇത് ഇവിടെ ഉണ്ടായിരുന്നത് എന്ന് പറയണത് തീർത്തും തെറ്റാണ്. കാരണം 2007 മുതൽ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണത്. എല്ലാത്തിലും പുള്ളി വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഈ 2007 ഉത്സവ സമയത്തുള്ള പടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. സഹായിയുടെ റോൾ അധികാര സ്ഥാനങ്ങളുമായി അടുപ്പം പുലർത്താനുള്ള ചവിട്ടുപടിയാക്കി മാറ്റി. ബന്ധം കൂടുതൽ ദൃഢപ്പെട്ടതോടുകൂടി പൂജാരിയിൽ നിന്നും സ്പോൺസർ എന്ന നിലയിലേക്ക് സ്വയം മാറുകയും ചെയ്തു. ബംഗളൂരു ശ്രീരാംപുര ക്ഷേത്രത്തിലെ പൂജാരി സ്ഥാനത്ത് നിന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പിടിയിലായ ജ്വല്ലറി ഉടമ ഗോവർദ്ധനുമായി പോറ്റിക്ക് 2007 മുതൽ പരിചയമുണ്ട്. 2007 ഒക്ടോബർ 19 തനിക്ക് പടിപൂജ ബുക്ക് ചെയ്ത് തന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് ഗോവർദ്ധൻ SITക്ക് മൊഴി നൽകിയിരുന്നു. തന്ത്രിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതാണ് വഴിത്തിരിവായതെന്ന് ഗോവർദ്ധൻ ഹൈക്കോടതിയെ രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരിയുമായി പോറ്റി അടുപ്പത്തിലായത് ഗോവർദ്ധൻ വഴിയാണ്. ഇതാണ് മാളികപ്പുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂര സ്മാർട്ട് ക്രിയേഷൻ സ്വർണം പൂശുന്നതിന് വഴിതെളിച്ചത്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.